ഗൈസ് ഇന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര വേസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നായിരുന്നു. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതിപ്പം നടക്കും ശരിയാകും എന്ന് വിചാരിച്ചിട്ട് ഓരോന്നോരോന്ന് ചെയ്ത് അതിൻ്റെ ഏറ്റവും എൻഡിൽ വരുമ്പം നമ്മുടെ ചീട്ടുകൊട്ടാരം പോലെ ഇതങ്ങ് തകർന്ന് വീഴുമ്പോൾ ഉള്ളൊരവസ്ഥയില്ലേ, ആ ഒരു ഫീലായിരുന്നു എനിക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ അതെല്ലാം ടെൻഷനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് മൈഗ്രെയിൻ പോലെ വന്ന് ഒന്ന് വൊമിറ്റൊക്കെ ചെയ്ത് ഇത്തിരി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഞാൻ ഇനി എന്ത് വേണം എന്നൊരു 2 മണിക്കൂറോളം ഞാൻ ഇരുന്ന് ആലോചിച്ചു. ഫുഡ് പോലും ഉണ്ടാക്കാതിരുന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരാൾ കോളിംഗ് ബെല്ലടിച്ചത്. നമ്മുടെ വീട്ടിലെ സഹായത്തിന് വരുന്ന കുമാരിയില്ലേ, കുമാരിയുടെ മോനാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയത്തില്ല എന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തി, അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഇത് കൊണ്ടുവരുന്നത് കുമാരിയാണ് കേട്ടോ. അവൻ്റെ ഒരു പാത്രമൊക്കെ ഇങ്ങനെ പിടിച്ച് വാതുക്കൽ നിൽക്കുന്നത്. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ്റെ പേര് ശ്രീഹരി വിഷ്ണു. അപ്പം മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ശ്രീഹരി. അപ്പോൾ അതേമാതിരി അവൻ്റെ ആ പാത്രം പിടിച്ചോണ്ടുള്ള നിപ്പ് കാണണം ഗൈസ്, എന്ത് ക്യൂട്ട് നിപ്പാണെന്നറിയാം. നമ്മൾ എത്ര സങ്കടപ്പെട്ട് നിന്ന് കഴിഞ്ഞാലും എത്ര നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ പോലും അവൻ്റെ ആ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. അവൻ മാത്രമായിരുന്നില്ല, കുമാരിയുടെ മോളും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ എന്താഘോഷം വന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ഒരു പങ്ക് അവർക്കും, അവരുടെ വീട്ടിൽ എന്തൊരാഘോഷം വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു പങ്ക് നമുക്കും കൊണ്ടുതരും. ഇതിൻ്റെ അകത്ത് പറയാതിരിക്കാൻ വയ്യ, കുമാരിയുടെ ഫേവറേറ്റ് ഐറ്റം, കുമാരി ഉണ്ടാക്കുന്നതിൽ ദ ബെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഗുലാബ് ജാമുനാണ് കേട്ടോ. എല്ലാ പരിപാടി, ഇപ്പം പൊങ്കലായിക്കോട്ടെ ദിവാലി ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒരു ചോറ്റും പാത്രം നിറച്ചും ഗുലാബ് ജാമുൻ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തരും. കാണിച്ചു തരാം കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കൊള്ളാം. വിഷമം വന്നാലും ഫുഡ് തിന്ന് വിഷമം മാറ്റുന്ന ഒരാൾ ഞാനായിരിക്കും. തീരാറായി ഗൈസ്, കുറച്ചും കൂടെ ഉള്ളൂ. ബാക്കി പീസ് പറഞ്ഞാൽ അമല ഒന്നും രാശേട്ടൻ കഴിച്ചില്ല. പിന്നെ നമ്മളുണ്ടല്ലോ തിന്നാൻ, പിന്നെ എന്തിനാണ് പുള്ളിയുടെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? നമ്മൾ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഇന്ന് വീഡിയോ എടുക്കാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അതിനോട് പറ്റിയ ഒരു മാനസികാവസ്ഥയിലേ ആയിരുന്നില്ല. പക്ഷെ അവനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് എനിക്ക് തോന്നി എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന്. അതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.